ഒരു 15 വർഷം മുമ്പാണ് നമ്മളിവിടെ ഒത്തുകൂടുന്നതെങ്കിൽ ഈ സദസ്സിലുള്ള 3/4% ആളുകളും ഇവിടെ നിന്ന് പുകവലിക്കുമായിരുന്നു. ഈ വേദിയിലുള്ള ആളുകളും പുകവലിക്കുമായിരുന്നു. ഒരു 15-20 വർഷം മുമ്പാണെങ്കിൽ നമ്മൾ എവിടെ ഇരുന്നാലും, ഹോട്ടലിലിരുന്നാൽ, പള്ളിയിലിരുന്നാൽ, മദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ, സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴൊക്കെ ഒരു 15-20 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ നമ്മൾ പുകവലിക്കുമായിരുന്നു. ഇന്നിവിടെ പുകവലിയില്ല. ഇതെങ്ങനെ സംഭവിച്ചു? ഇവിടെ നമ്മളെ ആദരണീയനായ വക്കീൽ അവർകൾ ഒരു സംഭവം പറഞ്ഞു. കോവിഡ് സമയത്ത് നമുക്ക് മദ്യപാനം ഉണ്ടായിരുന്നോ? ഞാൻ എന്നാൽ VR സുധീഷിൻ്റെ ഒരു ലേഖനം വായിച്ചു. കോവിഡ് സമയത്ത് മദ്യം കിട്ടാത്തതിൻ്റെ പേരിൽ അദ്ദേഹം അനുഭവിച്ച പ്രയാസങ്ങൾ. പുനത്തിൽ കുഞ്ഞബ്ദുല്ലക്ക് ഫോൺ ചെയ്യുന്നു. കുഞ്ഞബ്ദുല്ല അവിടെ മദ്യം കിട്ടാൻ വിഷമിച്ചിരിക്കുന്നു. നമ്മൾ രണ്ടുപേരും കൂടി എവിടെ പോയിട്ട് സംഘടിപ്പിക്കുമെന്ന് പരസ്പരം ചോദിക്കുന്നു. പക്ഷേ ആ സമയത്ത് നമുക്ക് മദ്യം കിട്ടിയിരുന്നില്ല. അന്ന് നമ്മൾ മദ്യം ഉപയോഗിച്ചിട്ടില്ല. ഈ പുകവലി എന്ന് പറയുന്ന സംഗതി മെഡിക്കൽ കോളേജിന്റെ വരാന്തയിലൂടെ നടക്കുന്ന സമയത്ത് ബീഡിക്കുറ്റികളും സിഗരറ്റ് കുറ്റികളും കുത്തിക്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ലേ? ഒരു 10-20 കൊല്ലം മുമ്പുള്ള ആളിലൂടെ ഇരിക്കുന്ന അധികം ആളുകളും എവിടെ നോക്കിയാലും ബീഡി വലിയായിരുന്നു, സിഗരറ്റ് വലിയായിരുന്നു. കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഡോക്ടർ MVI മമ്മി സാർ ഉണ്ടാക്കിയ സ്മോക്ക് എന്ന് പറയുന്ന ഒരു സംഘടന, സ്റ്റോപ്പ് സ്മോക്കിംഗ് ഓർഗനൈസേഷൻ കേരളയാണോ കോഴിക്കോടാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനൊരു പഴയ ഓർമ്മയിൽ നിന്നെടുത്ത് പറയാം. ഏതായിരുന്നാലും സ്മോക്ക് എന്നായിരുന്നു സംഘടനയുടെ പേര്. ആ സംഘടന മമ്മി സാറ് കോവൂരിൽ നിന്ന് ബസ്സിൽ കയറും. പുകവലിക്കുന്ന കുറേ ആളുകൾ ബസ്സിലുണ്ടാവും. അവൻ്റെ അടുത്ത് പോയിട്ട് ചുണ്ടെന്ന് ബീഡി എടുത്തിട്ട് പുറത്തേക്കിടും. ഇതൊരു പ്രചാരണമായി. കോവൂരെത്തിയാൽ മാവൂരിലേക്ക് പോകുന്ന ആളുകൾക്ക് ബീഡി വലിക്കാൻ പേടിയാണ്. മമ്മി ഡോക്ടർ കൈരോ എന്നുള്ള പേടിയാ. അദ്ദേഹം ഇതിന്റെ പ്രചാരണം ആരംഭിക്കുന്നത് ഇതിനേക്കാളും ചെറിയൊരു പരിപാടിയിലൂടെ. ഇന്ന് സുപ്രഭാതം പത്രം ആരംഭിച്ചിരിക്കുന്ന ക്യാമ്പയിൻ ഇതിനേക്കാളും ഇതിലും ചെറിയ സംവിധാനങ്ങളുള്ള ഒരു കാലത്തായിരുന്നു പുകവലിക്കെതിരെയുള്ള ഓർഗനൈസേഷൻ സ്മോക്കിംഗ് എന്ന് പറയുന്ന സംഘടന കോഴിക്കോട്ട് നിന്ന് ആരംഭിച്ചത്. അന്നത്തെ മുഖ്യമന്ത്രിക്ക് EK നായനാർക്ക് 10,000 കാർഡുകൾ അയക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ അതിന്റെ പ്രചാരണ പരിപാടി. ഇതേപോലെ 10,000 കാർഡ് ഉണ്ടാക്കണ്ടേ? അത് ആരാണ് അത് ചെയ്യുക? എന്നാൽ വൈക്കം മുഹമ്മദ് ബഷീറാണ് കോഴിക്കോട്ടെ ഏറ്റവും വലിയ സാംസ്കാരിക നായകൻ, ലോകത്തെ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ. ബഷീറിൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞു. ഈ ബഷീറിൻ്റെ അടുത്ത് പോകുന്നതിൽ അന്ന് ചെറുപ്പമായിരുന്ന ഞാനും ഉണ്ടായിരുന്നു. ബഷീറിന് ഒരു കെട്ട് ബീഡിപ്പുണ്ടാവും, മുറുക്കുന്ന പുകയിലിൻ്റെ പാത്രം ഇപ്പുറത്തുണ്ടാവും. ബഷീർ ബീഡി വലിച്ചുകൊണ്ടാണ് EK നായനാർ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ വലിക്കാരനാണ്. മൂപ്പർ ഗണേഷ് ബീഡിയെ വലിക്കുന്നത്, അതായത് ദിനേശോ ഗണേശോട്ടോ വലിക്കുന്നത്, അയക്കുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചു? കേരളത്തിലെ ആശുപത്രികളിൽ പുകവലി പാടില്ല എന്നൊരു നിയമം ഗവൺമെന്റ് ഇറക്കി. അത് പിന്നീട് എല്ലാ സ്ഥാപനങ്ങൾക്കും വ്യാപിച്ചു എന്ന് മാത്രമല്ല, പുകവലിക്കാത്ത ഒരു തലമുറയെ സൃഷ്ടിക്കാൻ സ്മോക്ക് എന്ന് പറയുന്ന ആ ചെറിയ സംഘടനയുടെ ചുവടുവെപ്പുകൾക്ക് സാധിച്ചു. അതുപോലെയുള്ള ചെറിയൊരു സംരംഭമാണ് സുപ്രഭാതം ആരംഭിച്ചിരിക്കുന്നത്. ഇത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ആരംഭിച്ച് തിരൂരിൽ അവസാനിക്കുന്നത് സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടാണ്. ഇത് കേരളം മുഴുവൻ പോകേണ്ടതാണ്. പക്ഷേ ഞങ്ങൾ ഇതിന് ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇവിടെ വക്കീല് പറഞ്ഞതുപോലെ, അതായത് നമ്മൾ കോവിഡ് സമയത്ത് കള്ളു കുടിക്കാതെ ജീവിക്കാൻ പഠിച്ചതുപോലെ പുകവലി നിരോധിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഉത്തരവിട്ടിട്ട് ഒരു തലമുറയെ തന്നെ പുകവലിക്കാരല്ലാതെയാക്കാൻ വേണ്ടി ഗവൺമെന്റ് സാധിച്ചതുപോലെ ഗവൺമെന്റ് വിചാരിച്ചാൽ തടയാതിരിക്കാൻ സാധിക്കുകയില്ല. പക്ഷെ നമ്മൾ അറിയാത്തൊരു സംഗതിയുണ്ട്. നമ്മൾ പിടിക്കുന്നത് ആരെയാണ്? ചെറിയ രീതിയിൽ മൂക്കിൽ പൊടി വലിക്കുന്ന കുട്ടികളെ നമ്മൾ പിടിക്കുന്നത്. പൊടി എത്തിക്കുന്ന ആളെ നമ്മൾ തടയുന്നില്ല.
പൊടി എത്തിക്കുന്ന ആളുകൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും ഭരണകർത്താക്കൾക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും കോടിക്കണക്കിന് രൂപ കൈക്കൂലി കൊടുക്കുന്നവരാണ്. അതാണ് ഇത് നിൽക്കാത്തത്. ഇവിടെ വക്കീൽ സൂചിപ്പിച്ച കാര്യം, എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും നമ്മൾ സാമാന്യവൽക്കരിച്ച് സംസാരിക്കുന്നില്ല. ഇവിടെ ഇരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലുള്ള ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. അവന് ഇതിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ ആരംഭിക്കുന്നു എന്ന് വന്നാൽ പിറ്റേ ദിവസം സ്ഥലം മാറ്റുക ഏതെങ്കിലും കാട്ടിലേക്ക്. അങ്ങനെ ഭരണകക്ഷികൾ, ഭരണകർത്താക്കൾ, ഏത് ഭരണമായിരുന്നാലും, ഇടതുപക്ഷമായിരുന്നാലും UDF ആയിരുന്നാലും ആരായിരുന്നാലും, അവിടെ ഉറവിൻ്റെ സ്ഥാനത്ത് അടക്കാതെ ഉറവ് എത്തിപ്പെടുന്നോത്ത് അടച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പൊ ഞങ്ങളുടെ ചെറിയൊരു സംരംഭം, ഈ സംരംഭത്തിന്റെ മുദ്രാവാക്യം 2025 ഈ ഗവൺമെന്റിന് ഒരു ലഹരിമുക്ത സംസ്ഥാനം സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല, ഈ രാജ്യത്ത് നല്ലവരായ മനുഷ്യർ പ്രതീക്ഷിക്കുകയാണ്.